നിർവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. ഓം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഹരിഹരസുരവൃന്ദം പോലും ഇന്നംബികേ നിൻ പെരിയൊരു കനിവില്ലെന്നാകിലോ മൂകരത്രേ. വരമരുളുക വേണം വാണിമാതേ നമുക്കും പരിചിനൊടു പനച്ചിക്കാടമർന്നീടുമമ്മേ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നിരഞ്ജനം നിത്യമനന്തരൂപം ഭക്താനുകമ്പാധൃതവിഗ്രഹം വൈ ഈശാവതാരം പരമേശമീഢ്യം തം രാമകൃഷ്ണം ശിരസാ നമാമി. ത്രേതായാം രാമരൂപായ ദ്വാപരേ കൃഷ്ണമൂർത്തയേ കലൗ പൂർണാവതാരായ രാമകൃഷ്ണായ തേ നമഃ. ഓം നമോ ഭഗവതേ ശ്രീരാമകൃഷ്ണായ നമോ നമഃ. ഓം നമോ ഭഗവതേ ശ്രീരാമകൃഷ്ണായ നമോ നമഃ. ഓം നമോ ഭഗവതേ ശ്രീരാമകൃഷ്ണായ നമോ നമഃ. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപത്മേ തയോ ശ്രിത്വാ പ്രണമാമി മുഹുർമുഹു. പവിത്രം ചരിതം യസ്യ പവിത്രം ജീവനം തഥാ പവിത്രതാ സ്വരൂപിണ്യൈ തസ്യൈ ദേവ്യൈ നമോ നമഃ. രാമകൃഷ്ണഗതപ്രാണാം തന്നാമശ്രവണപ്രിയാം തദ്ഭാവരഞ്ജിതാകാരാം പ്രണമാമി മുഹുർമുഹു. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ജയ നാരായണി നമോസ്തുതേ. ജയ നാരായണി നമോസ്തുതേ. ഓം ശ്രീ ശാരദാദേവ്യൈ നമോ നമഃ. ഓം ശ്രീ ശാരദാദേവ്യൈ നമോ നമഃ. ഓം ശ്രീ ശാരദാദേവ്യൈ നമോ നമഃ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫല സർവധാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുകരൂപ പ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതത് കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായത്തെ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോയത പ്രഭോ.
നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ശ്രീ തുഞ്ചത്താചാര്യ വിരചിതം ശ്രീമദ് ഭാഗവതം കിളിപ്പാട്ട് അഷ്ടമസ്കന്ധം വാമനാവതാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണ 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 നാരായണ. എങ്കിലിന്ദ്രനാൽ വധിച്ചാശു ശുക്രനാൽ തന്നെ സങ്കടമൊഴിച്ചു ജീവിപ്പിച്ച മഹാബലി ഭാർഗവന്മാരെ സേവിച്ചവരാൽ അനുഗ്രഹമാർഗ സാധന പരിസാധ്യനായി പടയോടെ ചെന്നുടൻ ചെറുത്തമരാവധി ചുഴന്നപ്പോൾ നിന്നുകൂടാഞ്ഞു പോരിലൊഴിച്ചു മഹേന്ദ്രനും. മന്ത്രിതന്നോടു ചെന്നു ചിന്തിച്ചു യുദ്ധത്തിങ്കൽ പിന്തിരിഞ്ഞൊഴിച്ചു പോയിടുകയൊഴിഞ്ഞെന്നീ ചിന്തിച്ചാൽ ഉപായമില്ലെന്നുറച്ചതു നേരം. അന്തസ്താപവും പൂണ്ടു ദേവകളോടും കൂടി സ്വർഗവും ഉപേക്ഷിച്ചു ദേവകൾ വാങ്ങുമ്പൊഴുതൊക്കവേ കടന്നിരുന്നീടിനാരസുരകൾ. ത്രൈലോക്യമെല്ലാം ജയിച്ചടക്കി മഹാബലി കൈലാസ നിവാസി ഭക്തന്മാരിൽ അത്യുത്തമൻ. അശ്വമേധങ്ങൾ 100 കൊണ്ടതിശയം വിശ്വനായക പ്രീതി വർദ്ധിപ്പിപ്പതിനായേ വിശ്വാസഭക്ത്യാ ഭൃഗുസത്തമന്മാരാൽ നിയോഗിച്ചെഴും മാർഗാദ്യജനം തുടർന്നതു കാലം. പ്രത്യക്ഷനായി നിന്നൊരു മാരീജൻ അതിഥിയാൽ എത്രയും അനുകൂല സത്കൃതനായി അന്നേരം നഷ്ടദേവേന്ദ്രത്വവും ദൈത്യാധിപത്യത്തെയും വിഷ്ടവമുഖേഷ്വമംഗലത്വത്തെയും ദൃഷ്ട്വാ നഷ്ടദേവേന്ദ്രത്വവും ദൈത്യാധിപത്യത്തെയും വിഷ്ടവമുഖേഷ്വമംഗലത്വത്തെയും ദൃഷ്ട്വാ ചോദിച്ചാൻ അതിഥിയോടെന്തിന്നെല്ലാം പരിബോധിപ്പിച്ചിതു ഖേദാലൊക്കവേ ജനനിയും. തദ്വൃത്തമെല്ലാം പരിശ്രുത്വാപി ദുഃഖം തീർത്തു ഉത്തമപ്രിയമനുസരിച്ചാശ്വസിപ്പിച്ചാൻ. ഭർത്താവേ മമ സുതനിന്ദ്രത്വം മുന്നേ പോലെ സിദ്ധിപ്പാൻ ഉപായമെന്തുള്ളതെന്ന് അവളുടെ നിർബന്ധോക്തികൾ കേട്ടു കശ്യപ പ്രജാപതി നിർബന്ധിച്ചരുളിനാൻ വിഷ്ണുഭക്തിയെ തന്നെ. 12 കൊണ്ടു സാധിക്കാം മഹാവിഷ്ണു മാധവപ്രിയം പയോനാമമാം മഹാവ്രതം. ഫാൽഗുനേ മാസി ശുക്ലപക്ഷതി മുതലായി മാർഗമായി ചെയ്തു കൂട്ടാം പക്ഷാന്തേ മഹാവ്രതം. അതിനാൽ നാരായണൻ താൻ പ്രസാദിച്ചു വേണ്ടുന്നതിനെത്തരും ഒരു സന്ദേഹമുണ്ടാകേണ്ട. സർവാത്മാ ജഗന്നാഥൻ തന്നനുഗ്രഹത്താലേ സർവകാമ്യാർത്ഥങ്ങളെ സർവരും സാധിക്കുന്നു. നിർവഹിച്ചാലും മമ ശാസനവശാത് വ്രതം പർവചന്ദ്രാനന്തരമ്യാനനേ നീ എന്നെല്ലാം മാർഗമായതിനുടെ കാലവും ദിനങ്ങളും മാർഗവും അനുഷ്ഠാനഭേദവും വിധികളും കർത്തൃസാധന പര്യന്താതി തത്ക്രമങ്ങളും ഭർത്താവാൽ ഉപദിഷ്ടയായുള്ളോരതിഥിയാൽ കൃത്യമായതിനവസാന കാലത്തിങ്കൽ വന്നുത്തമ ശ്ലോകൻ താനും പ്രത്യക്ഷനായാനല്ലോ. മുഗ്ധയാം പ്രജാപതി പത്നിയും ഭഗവാന് സ്നിഗ്ധചേതസാ കണ്ടു വന്ദിച്ചു വിനീതയായി ഭക്ത്യാ നിന്നവൾ മുഖപത്മവും കടാക്ഷിച്ചു ഭക്തവത്സലൻ ചിരിച്ചരുളി ചെയ്താനപ്പോൾ. ഭദ്രേ കേൾ, നിനക്കെന്നാൽ എന്തഭിപ്രായം ചൊന്നാൽ
അത്രൈവ തരുവൻ ഞാൻ എന്നു കേട്ട അതിഥിയും ചിത്തകാം പഴിഞ്ഞ അതിശ്രദ്ധയ രോമാഞ്ചഗാത്രത്തോടും ഇടപെട്ടു ചൊല്ലിനാൾ മന്ദം മന്ദം. നിന്തിരുവടിക്കെന്നിൽ കാരുണ്യമുണ്ടെന്നാകിൽ അന്തരാമമാത്മജനായ അവതരിച്ചുടൻ ദാനവന്മാരാൽ അപഹൃതമാം അമരേന്ദ്രസ്ഥാനാദി സകലവും ഇന്ദ്രനു കൊടുക്കേണം. നിന്തിരുവടിക്കെന്നിൽ കാരുണ്യമുണ്ടെന്നാകിൽ അന്തരാമമാത്മജനായ അവതരിച്ചുടൻ ദാനവന്മാരാൽ അപഹൃതമാം അമരേന്ദ്രസ്ഥാനാദി സകലവും ഇന്ദ്രനു കൊടുക്കേണം. മറ്റെനിക്കൊരു വരം വേണ്ടതില്ലിപ്പോൾ എന്നു ചുറ്റും ഉൾക്കലർന്നവൾ നിന്നപേക്ഷിക്കും നേരം. വിശ്വകാര്യവും നിനക്കുൾത്താരിൽ ചേരും വണ്ണം വിശ്വാസഭക്ത്യാ വരുമെന്നനുഗ്രഹിച്ചുടൻ വിശ്വനായകൻ മറഞ്ഞിടിനാൻ അതിതൂർണം. വിശ്വമാനസമുഖിതാനുമങ്ങനന്തരം വിശ്വപാലകനെയും ചിത്തത്തിലുറപ്പിച്ചു വിശ്വസിച്ചനുകൂല ഭർത്താരമനുസൃത്യ ശുശ്രൂഷിച്ചനുവർത്തിക്കും കാലം മരീചിജൻ ഉൾച്ചേരും ധ്യാന സ്വയം ധാമാവും തദ്രേതസാ സുഭ്രുവാമതിഥി തൻ ഗർഭസ്ഥനായ അപ്പൊഴുതർഭകാകാരേണ തന്നംഗങ്ങൾ മുറ്റിദ്രുതം ജിഷ്ണു സോദരനായി വന്നിങ്ങവതാരം ചെയ്യുവാൻ വിഷ്ണു വിശ്വാത്മാവുടനാരംഭിച്ചതു കാലം. ബ്രഹ്മാവും രുദ്രന്മാരും നാരദ സനകാദി ബ്രഹ്മജ്ഞന്മാരും ദേവവൃന്ദവും ഋഷികളും ബ്രഹ്മശങ്കര വിധി സന്മയപദം പരബ്രഹ്മമൗവ്യം കൂപ്പി സ്തുതിച്ചാരതിഭക്ത്യ. നിർമ്മല നിഗമാന്തവാക്യവേദാർത്ഥം പരം നിർമ്മല നിഗമാന്തവാക്യവേദാർത്ഥം പരം ചിന്മയം ചിദാനന്ദം രമ്യമംബരസമം സന്മയം സനാതനം സർവദേവതാമയം കൽമഷഹരം പരമന്വഹം വന്ദാമഹേ. നിത്യമദ്വയം നിരാധാരമാനന്ദപ്രദം സത്യസന്മയം സകലാധാരം സദാധാരം സത്താമാത്രകം സത്യസന്ധമാദ്യന്തഹീനം സത്തീക നിരഞ്ജനമത്യന്തം വന്ദാമഹേ. നിന്തിരുവടിയൊഴിഞ്ഞാരിഹ ജഗത്രയം സന്തതം പരിപാലിച്ചിടുവദേവം നാഥ. കിം ത്വയാ ചിന്താവേഗമിപ്പൊഴുതരാദികൾ അന്തകാകാരം കൂടെയടക്കിയിരിക്കുന്നു. ബന്ധുവത്സല തവ കാരുണ്യമില്ലെന്നാകിലന്ധന്മാരായ ഞങ്ങൾ എന്തു ചെയ്യും നിതയ്യോ. അന്ന സുരേന്ദ്രൻ അവൻ തന്നെ കൊന്നതു മീൾവാൻ മന്നവകരതാരിൽ ചെന്നകപ്പെട്ടു വളർന്ന ന്യൂനവേഗാൽ പ്രളയാംബുധിജലത്തോളം ചെന്നുടൻ പ്രഹരിച്ചു നിന്ന ശാഭരാകാരം ഇന്നുപേക്ഷിക്കാൻ എന്തിനെന്നഹോ ചൊല്ലിയിടേണ്ടു. പിന്നെയങ്ങവനിയെ കൊണ്ടുപോയൊളിച്ചുടൻ പന്നകലോകത്തിങ്കൽ നിന്ന സുരേന്ദ്രൻ തന്നെ പന്നിയായി ചെന്നു കീറിക്കൊന്നു തേറ്റമേലേറ്റി വന്നു ഭൂമിയെ സ്ഥാനത്താക്കിയ വിഭോജയ. ദുഗ്ധവാരിധി മദനാന്തരേ താഴും ഗിരിസത്തമം പൃഷ്ഠേ ധരിച്ചാമയായി അതിന്മീതേ പത്രിയായിരുന്നുയർന്നേറാത സമം ചെയ്തു നിർത്തി രക്ഷിച്ചുണ്ടായോരമൃതം കവർന്നൊരു ശത്രുക്കളുടെ മുമ്പിൽ മോഹിനി വേഷം പൂണ്ടു സത്വരം ചെന്നു മോഹിപ്പിച്ചതു കൊണ്ടുപോന്നു. നിർജരേന്ദ്രാദികൾക്കു സത്കരിച്ചഴൽ തീർത്ത സജ്ജന ഹൃദ്യസ്ഥിത നിത്യനിർമ്മല പ്രഭോ. ഭക്തവത്സലനായ നിങ്കലങ്ങേറും മഹാഭക്തി കണ്ടതു സഹിയാഞ്ഞു. മത്സരത്താലേ ശത്രുത മുഴുത്തുപദ്രവിച്ചു പലവിധം. പുത്രനങ്ങേലാഞ്ഞുടൻ നിഗ്രഹോപായങ്ങളും മത്വാപി വാഴും ധനുജേന്ദ്ര ദൃഷ്ടാന്തത്തിങ്കൽ മധ്യേ തൂൺ പിളർന്നവതരിച്ചു സരഭസം ദുഷ്ടനവധിച്ചുടൻ ഭക്തനാം അവനെയും വിഷ്ടപസ്ഥാനങ്ങളും രക്ഷിച്ച നരഹരേ നാരായണ നരഹരേ നാരായണ.
ഹരേ നാരായണ 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 നാരായണ. നഷ്ടദേവേന്ദ്രത്വം ചേർന്നത്യന്തം തഥൈവ സന്തുഷ്ട്യാഭിപ്രസീദ കാരുണ്യവാരിധേ വിഭോ. നമസ്തേ നാരായണ നമസ്തേ നരകാരേ നമസ്തേ മുരഹര മധുകൈടഭാരാതേ നമസ്തേ ഹൃഷീകേശ നമസ്തേ ഭക്തപ്രിയ നമസ്തേ സമസ്തേശ നമസ്തേ നമോസ്തുതേ. ഇങ്ങനെ വിരിഞ്ച മുഖ്യാദികൾ വാഴ്ത്തും നേരം ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷദ്വാദശി തിഥൗ വന്നൊരുമിച്ച വിഷ്ണുക്ഷാഭിജിത്കാലേ ദിനേശോന്നതേ ദിനമധ്യേ പുരുഷോദയേ ശുഭേ ത്രൈലോക്യ വിജയ സല്ലക്ഷണ മുഹൂർത്തകേ ലീലാ കൗതുകമന്ദമാരുത ഗുണത്രയേ ദിക്കുകളെല്ലാം തെളിഞ്ഞെത്രയും പ്രകാശിച്ചു. പുഷ്കര ചക്രത്തിങ്കലർക്കാദിഗ്രഹങ്ങളും വക്രചാരങ്ങൾ പാടൻ നിത്യാദി പിഴകൾ തീർന്നൊക്കവേ വേണ്ടും വണ്ണം സുസ്ഥിതി ചെയ്താരല്ലോ. ഭൂമിയും പ്രസാദിച്ചു കോൾമയർ കൊള്ളും വണ്ണം പ്രേമമുൾക്കൊണ്ടു വസന്താഭയാ വിളങ്ങിനാൾ. ഭൂദേവാദികളായ സാധുക്കൾ ചിത്തങ്ങളും മോദമോടാനന്ദിച്ചു. പാവകൻ വലം നിന്നു ദേവകളെല്ലാം പരമാനന്ദിച്ചിതു. മേന്മേൽ ദേവവാദ്യങ്ങളെല്ലാം ഘോഷിച്ചു താനേ തന്നെ. ദേവപാദപങ്ങളും പൂമലരുതിർത്തിതങ്ങാവോളം മേളിച്ചാരദ്ദേവകൾ പലവിധം. അന്നേരം അതിഥി തൻ ഗർഭകനായ നാഥൻ മന്നിലങ്ങവതരിച്ചിടിനാൻ മായാവശാൽ വാമനവേഷത്തോടെ. നാഥൻ നാരായണൻ മന്നിലങ്ങവതരിച്ചിടിനാൻ മായാവശാൽ വാമനവേഷത്തോടെ. മാധവ ചിഹ്നമെല്ലാം പൂമയിൽ അലങ്കരിച്ചങ്ങനെ കാണായി വന്നു. കശ്യപൻ താനും പരമാനന്ദാത്മനാ കണ്ടു കാശ്യപീവരൻ തന്നെ സ്തുതിച്ചു വന്ദിക്കുമ്പോൾ വിഷ്ണു ചിഹ്നങ്ങളെല്ലാം മറച്ചു ജഗന്നാഥൻ ജിഷ്ണു സോദരൻ വടുരൂപിയായി വിളങ്ങിനാൻ. ജാതകർമാദിക്രിയാനീതികൾ ചെയ്തങ്ങുപനീതനായി ചമഞ്ഞങ്ങു നിന്നപ്പോൾ അനുക്ഷണം ദേവതമാരെല്ലാരും പ്രത്യക്ഷ രൂപേണ വന്നാവിരാനന്ദത്തോടെ നൽകിനാർ തച്ചിഹ്നങ്ങൾ. ബ്രഹ്മസൂത്രത്തെ ബൃഹസ്പതി മേഖലതാതൻ ബ്രഹ്മചാരിക്കു കൃഷ്ണാജിനമങ്ങവനിയും ദണ്ഡമബ്ജനു ആച്ഛാതന കൗപീനം ചമ്മേ ദണ്ഡമെന്നിയേ മാതാവദതി ഛത്രം ദ്യോവും പുണ്ടരീകജൻ കമണ്ഡലുവും സരസ്വതി പുണ്യമാലിക ഭിക്ഷാമംബിക ഭഗവതി. പിന്നെയും ഉചിതങ്ങളായതൊക്കെയും മുഹുരന്യൂനാദരം കൊടുത്തിടിനാരുചിതന്മാർ. സമ്മാനമാർഗാത് പരിപൂർണനായി ചമഞ്ഞതി നിർമ്മലനേവം പരിവർത്തിച്ചാനന്തരം ധർമ്മേണ ഭിക്ഷാടനം ചെയ്തേവം മഹാബലി നർമ്മദോത്തര തീരത്തിങ്കൽ നിന്നനുദിനം വാജിമേധങ്ങൾ കൊണ്ടു യജിക്കും പ്രകാരങ്ങൾ വ്യാജചേതസാ ബഹുമാനേന കേൾക്കായപ്പോൾ സാദരം അവനെ കണ്ടേതാനും അർത്ഥിക്കുമ്പോൾ മോദേന നൽകുന്നതു കൊള്ളാമെന്നെല്ലാം ചൊല്ലി മായമെന്നിയേ വയസ്യന്മാരെ ബോധിപ്പിച്ചു പോയവൻ മഹാബലി താൻ അനുദിനം ചെയ്യും യാഗശാലയ്ക്കു തുലോമടുത്തു ഭൃഗുകച്ഛം ആഗമിച്ചൃത്വിക്കുകൾ ബഹുമാനിക്കും വണ്ണം ചെന്നിരുന്നതു കണ്ടു വന്ദിച്ചു സകലരും. വന്നെഴും ബഹുമാനത്തോടിവൻ ആരെന്നതും തങ്ങളിൽ തിരിക്കരുതാഞ്ഞതിലുടൻ ചിലർ അങ്ങു ചെന്നതു മഹാബലിയോടറിയിച്ചാർ. ബ്രഹ്മചാരിയെ പ്രശംസിച്ചു കേട്ടകതാരിൽ സമ്മോദം വളർന്ന അതിഭക്തനാം അസുരേന്ദ്രൻ ചെമ്മേതാനഥ നിജാചാര്യേണ സാകം ചെന്നു
സമ്മാനിച്ചർഘ്യപാദ്യാദ്യങ്ങളാൽ പൂജിച്ചുടൻ വന്ദിച്ചു കൂട്ടിക്കൊണ്ടു ചെന്നു തൻ മാന്യസ്ഥാനെ വന്ധ്യപൂരുഷൻ തന്നെ വസിപ്പിച്ചനന്തരം ചൊല്ലിനാൻ. അതിദിവ്യനാകിയ ഭവാനിപ്പോൾ അല്ലലിൽ വലഞ്ഞുഴന്നീടുമെൻ ഗൃഹത്തിങ്കൽ കല്യാണാത്മക കനിഞ്ഞെഴുന്നള്ളിയ മൂലം എല്ലാമെൻ കുലത്തോടെ ശുദ്ധമായി വന്നേനകം. അതിദിവ്യനാകിയ ഭവാനിപ്പോൾ അല്ലലിൽ വലഞ്ഞുഴന്നീടും എൻ ഗൃഹത്തിങ്കൽ കല്യാണാത്മക കനിഞ്ഞെഴുന്നള്ളിയ മൂലം എല്ലാമെൻ കുലത്തോടെ ശുദ്ധമായി വന്നേനകം. മത്പിതൃക്കളും പരിതൃപ്തരായി വന്നാരല്ലോ, മത്ക്രതുക്കളും പരിപൂർണമായി വന്നിതിപ്പോൾ നിശ്ചയം എന്നിത്യാദി സത്കാരമാനങ്ങളും അർച്ചിച്ചു പറഞ്ഞു നിൽക്കുന്നവൻ കൂടെ തന്നെ ചോദിച്ചാൻ. എവിടെ നിന്നിങ്ങെഴുന്നള്ളത്തിപ്പോൾ ആധിക്യമേറും ഭവാൻ തന്നെ ഞാൻ അറിഞ്ഞില്ല. താതനാരെന്നും മാതാവാരെന്നും പേരെന്തെന്നും ഏതൊരു ദിക്കിലധിവസിപ്പൂ ന്യായമെന്നും കൂടെ മറ്റാരുള്ളതെന്നും പുനരകതാരിലൂടെ എന്തപേക്ഷയെന്നുള്ളതും എന്നോടെല്ലാം നേരെ ചൊൽകെന്നുള്ളതു കേട്ടുടൻ വടുരൂപീ സാരനാം മഹാബലിയോടു താൻ ചൊല്ലിയിടിനാൻ. ഞാനൊരു തപോധനനന്ദനൻ നിരാധാരൻ, ദീനനായി മഹാത്മാക്കളാധാരമായുള്ളവൻ, താനെ പോന്നിതു സഹായികളില്ലാരും തന്നെ. സാനന്ദം പലയിടത്തും സഞ്ചരിക്കുകയും ചെയ്യും പേരവരവരെല്ലാം അന്നു പലതരം ഓരോരോ നിമിത്തങ്ങൾക്കോരോന്നേ ചൊല്ലിപ്പോരൂ. പേരവരവരെല്ലാം അന്നു പലതരം ഓരോരോ നിമിത്തങ്ങൾക്കോരോന്നേ ചൊല്ലിപ്പോരൂ. മൂലങ്ങളവയോരോന്നറിവാൻ അരുതാത ബാലനെന്തഹോ പറയുന്നതു മഹാമതേ. ഞാനൊരു തപോധനനന്ദനൻ നിരാധാരൻ, ദീനനായി മഹാത്മാക്കളാധാരമായുള്ളവൻ, താനേ പോന്നിതു സഹായികളില്ലാരും തന്നെ. സാനന്ദം പലയിടത്തും സഞ്ചരിക്കുകയും ചെയ്യും പേരവരവരെല്ലാം അന്നു പലതരം ഓരോരോ നിമിത്തങ്ങൾക്കോരോന്നേ ചൊല്ലിപ്പോരൂ. മൂലങ്ങളവയോരോന്നറിവാൻ അരുതാത ബാലനെന്തഹോ പറയുന്നതു മഹാമതേ. നീയൊരു മഹാത്മാ ധർമ്മിഷ്ഠനെത്രയും നിത്യം മായമെന്നിയെ, ദേവബ്രാഹ്മണ പിതൃഭക്തൻ ദാനവാന്വയത്തിങ്കൽ പണ്ട് കീഴുണ്ടായതിൽ താനിവൻ അധികൻ അത്യുത്തമൻ മഹാബലി. ദീനന്മാരപേക്ഷിച്ചതെല്ലാമേ മടിയാതെ ദാനം ചെയ്തിടുന്നു പോലാവോളം ദിനം പ്രതി. മാനസം തെളിഞ്ഞേവം എല്ലാരും ചൊല്ലിയിടുന്നത് ആനന്ദത്തോടെ കേട്ടു കാൺമാനായി വന്നിടിനേൻ. വാമനൻ പറഞ്ഞതു കേട്ടുടൻ വൈരോചനി താമസമൊഴിഞ്ഞു ചൊല്ലിയിടിനാൻ. എടോ വടോ നീ തവ മനോഗതമായതു ചൊല്ലിക്കൊണ്ടാൽ ചേതസി മടിയാതെ ഞാനതു തരാമല്ലോ. എടോ വടോ നീ തവ മനോഗതമായതു ചൊല്ലിക്കൊണ്ടാൽ ചേതസി മടിയാതെ ഞാനതു തരാമല്ലോ. രാജ്യമോ ദേശങ്ങളോ മന്ദിരങ്ങളോ ബഹുപൂജ്യനാം നിനക്കർത്ഥഭൂഷണവരങ്ങളോ വസ്ത്രമോ പശുക്കളോ രത്നമോ സുവർണമോ ഭക്തമോ തിലതൈലധാന്യൈക സമൃദ്ധിയോ പത്നിയോ സഖികളോ ദാസികൾ ദാസന്മാരോ പത്തിയോ മമാന്തികേ നിത്യാധിവാസത്വമോ ശ്രദ്ധയെന്തോന്നു പറഞ്ഞിടിനാൽ നൽകിയിടുവൻ ഉൾത്താരിൽ മടിക്കയില്ലൊന്നിനു മറികടോ. വല്ലതും അഭിപ്രായമായതങ്ങെന്തെന്നതു ചൊല്ലുക ഭവാൻ എന്നു ചൊല്ലിക്കേട്ടതു നേരം ചൊല്ലിനാൻ വടുരൂപിതാൻ. എനിക്കതുകളിലില്ല അഭിരുചി തുലോം അല്പമായുള്ളോന്നത്രേ.
ചൊല്ലുവാനതു ഭവാനോടു ഞാൻ നാണിക്ക കൊണ്ടല്ലോ മന്ദിച്ചിടുന്നു ചൊല്ലുകെന്നതും വന്നു. എനിക്കതുകളിലില്ല അഭിരുചി തുലോം അല്പമായുള്ളോന്നത്രേ ചൊല്ലുവാൻ അതു ഭവാനോടു ഞാൻ നാണിക്ക കൊണ്ടല്ലോ മന്ദിച്ചിടുന്നു ചൊല്ലുകെന്നതും വന്നു. ചൊല്ലുവൻ എങ്കിൽ കേട്ടുകൊള്ളുക ഭവാൻ, എനിക്കല്ലലെന്നിയെ തപം ചെയ്തുകൊണ്ടനുദിനം കല്യാണാത്മനാ വാഴ്വാൻ മൂന്നടിപ്രദേശമിങ്ങെല്ലാ നാളേക്കും നൽകിയിടേണമെന്നതേ വേണ്ടു. അല്ലലെന്നിയെ തപം ചെയ്തുകൊണ്ടനുദിനം കല്യാണാത്മനാ വാഴ്വാൻ മൂന്നടിപ്രദേശമിങ്ങെല്ലാ നാളേക്കും നൽകിയിടേണം എന്നതേ വേണ്ടു. മറ്റു ചോദിച്ചതൊന്നും എനിക്കു വേണ്ടിയില്ല, ഞാൻ മുറ്റുമെൻ പാദം കൊണ്ടു മൂന്നടിയൊഴിഞ്ഞടോ. ആർക്കാനുമുള്ളയിടത്തു ചെന്നിരുന്നേതാനും ഒന്നോർക്കുമ്പോൾ കുറഞ്ഞൊന്നു നീങ്ങേണമെന്നാകിലോ പേർത്തു മറ്റെവിടെ പോയി ചെന്നിരുന്നിടേണ്ടു ഞാൻ. ഓർത്താലും വലിയൊരു സങ്കടമല്ലേ പാർത്താൽ. കേൾക്കണം ഭവാനിതെന്ന് ഇങ്ങനെ ജഗന്മയൻ ആഖ്യാനം ചെയ്താനതു കേട്ട സുരേന്ദ്രൻ ചൊന്നാൻ, നോക്കടോ വടോ തവ ചിന്തയെന്തിനു പുനരാർക്കും ചേരാതോരവസ്ഥാന്തരമലമലം. മൂന്നടിപ്രദേശം കൊണ്ടെന്തിനാകുന്നു തവ ചെന്നു നിന്നുടൻ വലം വയ്ക്കുവാൻ കൂടെ പോരാ. മാന്യന്മാർക്കൊരുവരോടർത്ഥിപ്പാൻ മടിയാകും. തോന്നിയതതു തന്നെ നിന്നുടെ മനക്കാമ്പിൽ ഞാൻ അറിഞ്ഞിതു പരമാർത്ഥമിന്നതിന്നു നിന്മാനസേ ശങ്കിക്കേണ്ട ദീനവത്സലനഹം. മൂന്നടിപ്രദേശം കൊണ്ടെന്തിനാകുന്നു തവ ചെന്നു നിന്നുടൻ ബലം വയ്ക്കുവാൻ കൂടെ പോരാ. മാന്യന്മാർക്കൊരുവരോടർത്ഥിപ്പാൻ മടിയാകും. തോന്നിയതതു തന്നെ നിന്നുടെ മനക്കാമ്പിൽ ഞാൻ അറിഞ്ഞിതു പരമാർത്ഥമിന്നതിന്നു നിന്മാനസേ ശങ്കിക്കേണ്ട ദീനവത്സലനഹം. അഹം ദീനവത്സലനഹം. വാനസ്ഥാനൈകാഗ്രഹിയാകിയ നിനക്കു ഞാൻ മേദിനി സ്ഥാനെ വേണ്ടും നേടത്തു ചൊല്ലിക്കൊണ്ടാൽ കേവലം ഒരു രാജ്യത്തോടെ നൽകുവനല്ലോ. പാവനാത്മനാ ഭവാൻ തദ്വിഷയത്തെയെല്ലാം സ്വാധീനമാക്കിക്കൊണ്ടു വാഴുക. തപസ്സും ചെയ്താധികളുണ്ടാകേണ്ട ഞാനുടയതു നിത്യം. ദാനവൻ ഏവം പറഞ്ഞിടിനൂരളവിങ്കൽ സാനന്ദം മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു നാഥൻ. ത്രൈലോക്യാധിപനായ നിന്നുടെ സൗജന്യവാക്കാലംബിച്ചേവം തന്നെ വേണമെന്നതു നൂനം. ഞാനതിനതിബാലൻ ബുദ്ധിശക്തിയുമില്ല ദീനനെത്രയും തപശീലൻ അത്യാനന്ദാത്മാ. മാനികൾ അഖിലാർത്ഥകാമികൾ മഹീന്ദ്രന്മാർ മാനവേന്ദ്രന്മാരവരോടിട തുടർന്നല്ലോ. രാജ്യങ്ങൾ വന്നു ന്യായമതു രക്ഷിപ്പാനുള്ള യോഗ്യനല്ലതുകൊണ്ടു രാജ്യമാഗ്രഹമില്ല. ദേശങ്ങൾ പുരങ്ങളും ആലയങ്ങളും വേണ്ട കോശധാന്യാർത്ഥങ്ങളും ആശയില്ലെനിക്കെടോ. കാനനെ തപം ചെയ്തു വാഴ്വാനായി ചെല്ലും നേടം പാനീയം തരികൊരു മൂവടിപ്രദേശം മേ നീ എനിക്ക്. അതുകൊണ്ടു മതിയെന്നുറപ്പിച്ചു മായാവാമനൻ വചോരീതികൾ കേൾക്കായപ്പോൾ ദാനവപ്രവരനും ചൊല്ലിനാൻ, അതേ ഭവൻ മാനസേ കൊതിയുള്ളു കേവലം എന്നാകിലോ. ഞാനതു തരാം, അതു പോരാ എന്നത്രേ മമ മാനസഗതി. അതു മതിയെന്നിരിക്കിലോ നീർത്തരാം. ഭൃങ്കാരകമിങ്ങെടുക്കെന്നു ചൊല്ലും പോതു ഭാർഗവൻ വേറെ വിളിച്ചു ചൊല്ലിയിടിനാൻ, നീ ഇതെന്തിനു തുടങ്ങിയിടുന്നു ശുദ്ധാത്മനാ. മായാ വൈഭവം പരമാർത്ഥമെന്നോർത്തിയിടല. മായാമാനുഷനിവൻ വാമനൻ വടുവല്ല മായാവേഷത്തെ പരിഗ്രഹിച്ചുള്ളവനത്രേ. കായാവിൻ മലർനിരയോട് ദൃപേശും മൃദുകായ സൗഭഗത്വവും ആജാനുബാഹുക്കളും
സാരസദലായതലോചനാപാംഗങ്ങളും സ്മേരസുന്ദര ലളിതാനന വിലാസവും ഗ്രീവാശോഭയും മലർമാനിനി വിലാസവും ഈ വണ്ണം കാൺമാനുണ്ടോ കേവലം മറ്റാർക്കാനും. മാധവനിവൻ വടുരൂപിയായി വന്നാനെന്നു ബോധമുറ്റുണർന്നറിഞ്ഞിടണം ഭവാനിപ്പോൾ. ഞാനിതിനൊരു രഹസ്യോക്തിയും നടേ തന്നെ ദാനവപ്രഭോ. കേട്ടിട്ടുണ്ടതും കേൾക്കേണം നീ. താനഹോ ദേവേന്ദ്രനവെന്നിഹ ജഗത്രയം സാനന്ദം നിനക്കടക്കീടിന കാലത്തിങ്കൽ. കശ്യപഗൃഹത്തിങ്കൽ അതിഥിതനയനായി കാശ്യപീവരൻ വടുവാമന വേഷത്താലേ ജാതനായി ജഗത്രയം നിന്നോട് വാങ്ങി പുരുഹൂതനു കൊടുപ്പാനുണ്ടാരംഭിച്ചിരിക്കുന്നു. കേവലമേവം ജനശ്രുതികൾ അതുമിതും ദേവാരെ പുനരൊന്നായി ചേർന്നു വന്നിരിക്കുന്നു. നീ ഇവയെല്ലാം വിചാരിച്ചുകൊണ്ടിവിടെ ഇക്കാര്യമാവോളം വിചാരിച്ചു ചെയ്യണം പ്രഭോ. മൂവടിക്കവനി നീ നീർ കൊടുത്തിടുന്നാകിൽ മൂവടി ജഗത്രയമടക്കിയളന്നു പോം. ചേതസി ഭവാൻ അറിഞ്ഞില്ലെങ്കിൽ ചൊല്ലിത്തരാം നീ തെളിഞ്ഞറിഞ്ഞുണർന്നെന്നുട നിയോഗത്താൽ. വാമനൻ തന്നോടടുത്തങ്ങനെ ഒരു ദിനം താമസമൊഴിഞ്ഞു വന്നിടുവാൻ പറഞ്ഞുടൻ പോയാലും ഇപ്പോഴെന്നങ്ങാദരിച്ചയച്ചാലും നീ യഥാമതം കൊടുത്താനന്ദ സമന്വിതം. ന്യായമായി പറഞ്ഞതെ പേരുമേ തരാമെന്നു മായമെന്നിയെ ചൊന്നതെങ്ങനെ മറിച്ചിനി ഞാൻ അവനോട് പറഞ്ഞിടുന്നതെന്നല്ലല്ലി. മാനസേ വിചാരമൊന്നായതു ഭവാനിപ്പോൾ കേളതുപോരും പിഴയല്ല. തങ്ങളിൽ ചേർന്നു കേളികൾ ചൊല്ലുമ്പോഴും നാരികളോടും പിന്നെ വേളിയെ സന്ധിപ്പാനായി കൊണ്ടു ചൊല്ലുമ്പോഴും വീളാതവണ്ണം ധനമൊക്കവേ പോകുമ്പോഴും ജീവനം തന്നെ പൊയ്പോമെന്നു തോന്നിടുമ്പോഴും ആവതുണ്ടസത്യം എന്നുള്ളതു കേട്ടിട്ടില്ലേ. താവകം മനക്കാമ്പിലെന്നതു നിരൂപിച്ചും ഈ വണ്ണം തൂഷ്ണീം ഭാവം തേടായികെന്നെല്ലാം ശുക്രൻ ചൊന്ന വാക്കുകളൊന്നും ആദരിച്ചിടാതെ താൻ തന്നിലേ നിരൂപിച്ച സത്യസങ്കൽപ്പത്താലേ എന്നെയും ജഗത്രയം തന്നെയും ഭവാനെയും തന്നെയും ഉടയതായി നിന്നിടും ജഗൽ സ്വാമി തന്നുട തിരുവുള്ളം. എങ്ങനെയെന്നാൽ അതേ വന്നിടു വരുത്താവതൊന്നില്ല നമ്മാലേതും നിർണയം എന്നീ വണ്ണമുറച്ചു വടുരൂപിക്കർണസെ കൊടുപ്പാനായി ആരംഭിച്ച സുരേന്ദ്രൻ നിന്നുറച്ചതു കണ്ടു ശുക്രനും ശാപം ചെയ്താനെന്നതുകൊണ്ടും ഭ്രമിച്ചീലവനകക്കാമ്പിൽ. സത്യത്തെ സമാശ്രയിച്ചുദ്ധാനം ചെയ്താനുദകത്തെയും ഭൃംഗാരകം തന്നിലാവാഹിച്ചുടൻ സത്വരം വടുരൂപി തന്നെത്താൻ വിളിച്ചുകൊണ്ടുൾത്താരിൽ ശ്രദ്ധിച്ചതെന്തിപ്പോൾ ഞാൻ തരാമല്ലോ. കാട്ടുക തവ കരപങ്കജം കാട്ടുക തവ കരപങ്കജമെന്നും ചൊല്ലി നീട്ടിനാൻ നിജകര സംസ്ഥമാം ഭൃംഗാരകം. കാട്ടുക തവ കരപങ്കജമെന്നും ചൊല്ലി നീട്ടിനാൻ നിജകര സംസ്ഥമാം ഭൃംഗാരകം. മൂവടി പ്രദേശമിങ്ങാശയെന്നുടൻ വടുരൂപിയുമെഴുന്നേറ്റു ചെന്നു കൈകാട്ടും നേരം ദാനവൻ നിനക്കൊത്തേടത്തു മൂവടി നിലം ഞാനിഹ തന്നേൻ എന്നു നൽകിനാനുദകവും. താൻ അതിലൊരു കരടായി കിടന്നുശനസും പാനീയം വീഴും മുഖമടച്ചുകൊണ്ടിടിനാൻ. വാമനനതു സൂക്ഷ്മമറിഞ്ഞങ്ങതു നേരം തൂമയോടൊരു ദർഭാഗ്രേണ താൻ കുത്തിയിടിനാൻ. കുത്തുകൊണ്ടുശനോ ദൃക്കൊന്നു നൊന്തഴൽ പെട്ടു ചീർത്ത വേദനയോടെ നീങ്ങിനാനൊരു ഭാഗം. ദാനവാരിയും തൃക്കൈ നിറഞ്ഞു വഴിഞ്ഞതിക്ഷോണിയിൽ കരതലപ്പൊയ്കയൊന്നുണ്ടായി വന്നു. ദാനവാരിയും തൃക്കൈ നിറഞ്ഞു വഴിഞ്ഞതിക്ഷോണിയിൽ കരതലപ്പൊയ്കയൊന്നുണ്ടായി വന്നു. ദാനവാരിയെ ഗ്രഹിച്ചിടിനോരളവിങ്കൽ ദാനവാരിയും വളർന്നിടിനാനനുക്ഷണം. ദാനവാരിയെ കണ്ടു ദാനവാരീന്ദ്രൻ താനും ദാനവാരിത്വം ഗ്രഹിച്ചിടിനാൻ കൂടെ തന്നെ. ദാനവാന്വയ ഗുരുവാണി ഞാൻ കേളായികയാൽ ദാനവാനായേനെന്നു തന്നുള്ളിൽ തോന്നിക്കൂടി.
ദാനവാരികൾ വാദ്യഘോഷം ചെയ്താകും വണ്ണം ദാനവാരിക്ക് ചൂഴും വന്നടുത്തിതു മോദാൽ ദാനവാരിയെ കൊണ്ടു ദാനവാരിയും തത്ര താനഥ ബഹുകൃതരൂപിയായി ചമഞ്ഞുടൻ ഭൂലോകമടിയൊന്നായടക്കിയളന്നു തൃക്കാലടി രണ്ടാമതുകൊണ്ടുടൻ സ്വർഗത്തെയും കാലേ താനളന്നു മൂന്നാമതങ്ങുയർത്തിയ കാലടിപ്പെരുവിരൽ നഗരം കൊണ്ടു മധ്യേ ബ്രഹ്മാണ്ടം പിളർന്നു ബാഹ്യാമൃതപ്രവാഹിനി നിർമ്മല ജഗത് പ്രസിദ്ധോദയ ഹരിപദം തന്നാലെ മഹാഗംഗ താനുളവായാളിങ്ങുമന്നിടം തന്നിൽ പാപമാലിന്യം പോക്കിടുവാൻ. ബാഹ്യാമൃതപ്രവാഹിനി നിർമ്മല ജഗത് പ്രസിദ്ധോദയ ഹരിപദം തന്നാലെ മഹാഗംഗ താനുളവായാളിങ്ങുമന്നിടം തന്നിൽ പാപമാലിന്യം പോക്കിടുവാൻ. നിന്നു വന്ദിച്ചു പൂജിച്ചർച്ചിച്ചു സേവിക്കുമ്പോൾ പിന്നെയും ശ്രീപാദാബ്ജക്ഷാളന ജലനിധി ചെന്നൊന്നായി കൂടി നിന്നൊഴുകുകയാലേ മന്നിടമെല്ലാം സർവപാപങ്ങൾ ഒഴിഞ്ഞിടരന്നിയെ തെളിഞ്ഞു നിന്നാനന്ദിച്ചിതുമേന്മേൽ നിമ്നഗാ വിഷ്ണുപതി തന്നുട മഹിമകൾ നമ്മാലോർത്തവർണ്യമെന്നന്മുഖം വന്ദിക്കുന്നേൻ. അന്നേരം ജഗന്നാഥൻ തൻ മനോഹിതമറിഞ്ഞമ്പരകേന്ദ്രാദ്യന്മാരാകും പാർഷദന്മാരും വന്നു അഖിലേശൻ തന്നെ വന്ദിക്കുമ്പോൾ തന്യൂനഖേദാകുല കോപമോട് അസുരരും ചെന്നുടൻ അമരകളോട് പോർ തുടങ്ങിയിടിനാരുന്നത ബഹുല ഘോരാരവപൂരത്തോടും സംഗ്രാമം ഇടകലർന്നേടിനോരവസ്ഥയിലങ്ങേറെ മരിച്ചിത ദാനവപ്രവരരും തുങ്കന്മാരായ ധനുജാബലി യുദ്ധത്തിങ്കലങ്ങുടൻ മരിച്ചൊടുങ്ങുന്നത് കാണായപ്പോൾ മംഗലനായ മഹാബലി താൻ ഓടിച്ചെന്നു സങ്കരം ഒഴിക്കെന്ന് ദാനവന്മാരോടെല്ലാം നന്നായി പറഞ്ഞനുസരിച്ചു വാങ്ങിച്ചപ്പോൾ ചെന്ന് അധോലോകം പ്രാപിച്ചിടിനാരസുരരും. ശൃംഗാരയോരി പ്രസൂവല്ലഭൻ നാരായണൻ അങ്കജരിപു സേവ്യൻ തൻ നിയോഗത്താലപ്പോൾ ഖിന്നനായി നിൽക്കും ധനുജേന്ദ്രനെ സരഭസം ചെന്ന് അഹികുലകാലൻ വരുണപാശത്താലെ പിടിച്ചുകെട്ടി സകലേശ്വരപാദത്തിങ്കലടുക്ക വെച്ചു നമസ്കരിച്ചു നിൽക്കും നേരം പുതുപ്പുഞ്ചിരി കലർന്ന അമർത്തേന്ദ്രാനുജൻ താൻ ദിതിസന്തതീന്ദ്രനോടരുളി ചെയ്തേടിനാൻ. മൂവടിപ്രദേശമങ്ങനിക്കു വസിപ്പാനായി നീ വലങ്കരതാരിൽ നീർതരികയാലല്ലോ കേവലം മമപാദം കൊണ്ടളന്നിതു ഞാനും താവകം ഇവിടെയൊന്നുള്ളതു രണ്ടായിപ്പോൾ ശേഷം എന്തിനി അളക്കാവതു നിനക്കതിലീശലെന്നിയെ പറഞ്ഞിടടോ മടിയാതെ. സത്യവാക്കിവിടെ നിന്നെന്നോട് പറഞ്ഞതു മിഥ്യയായി ചമയ്ക്കരുതുത്തമ പ്രഭോ ഭവാൻ. സത്യരക്ഷയിൽ വലുതായൊരു ധർമ്മം പാർത്താലി ത്രിലോകികൾക്കില്ലെന്നുള്ളതങ്ങകതാരിൽ നിശ്ചയിച്ചിരിക്കുന്ന നിന്നോടാവർത്തിച്ചു ഞാൻ അച്ഛമാനസ പറയണമോ വിശേഷിച്ചു. സച്ചിദാനന്ദ സ്വയം ജ്യോതിരവ്യയൻ തന്നെ സത്യമായതു പരമാത്മാവ് പരബ്രഹ്മം. അങ്ങനെയുള്ള പരമാർത്ഥ തത്വത്തമറഞ്ഞിങ്ങെനിക്കിനി ശേഷം തികച്ചു തന്നീടായിൽ ചെന്നിനി നരകത്തിൽ തന്നെ നീ കിടക്കണം എന്നു വന്നിടും അതിനില്ല സംശയമേതും. എന്നെല്ലാം ജഗന്നാഥൻ താൻ അരുൾ ചെയ്യും നേരം ഖിന്നനായി മഹാബലി വന്ദിച്ചു ചൊല്ലിയിടിനാൻ. നിന്തിരുവടിയുടമായ വൈഭവം വാർത്താൽ അന്തരാ തിരിച്ചറിയാവതല്ലെനിക്കേതും. ബന്ധുവത്സലനായ നിന്തിരുവടി തുലോമന്ധനാം അടിയനുള്ളേടമൊക്കെയും ഇപ്പോൾ രണ്ടടിയായി കൊണ്ടളന്നിടിനാൻ. ഇനി ശേഷമുണ്ടൊരു ശരീരം മാത്രം മമ, ഇനി ശേഷമുണ്ടൊരു ശരീരം മാത്രം മമ ശേഷിച്ചിപ്പോൾ മശിരോ ഭുവി തൃക്കാൽ വെച്ചുകൊണ്ടടിയനാലുക്തമാം സത്യം രക്ഷിക്കേണമേ ദയാനിധേ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ 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 നാരായണ. നിൻ തിരുവടിയുടമായ വൈഭവം വാർത്താൽ അന്തരാ തിരിച്ചറിയാവതല്ലെനിക്കേതും. ബന്ധുവത്സലനായ നിൻ തിരുവടി തുലോം
അന്ധനാം അടിയനുള്ളേടം ഒക്കെയും ഇപ്പോൾ രണ്ടടിയായി കൊണ്ടളന്നീടിനാൻ. ഇനി ശേഷമുണ്ടൊരു ശരീരം മാത്രം മമ ശേഷിച്ചിപ്പോൾ. മശിരോ ഭുവി തൃക്കാൽക്കൽ വെച്ചുകൊണ്ടടിയനിതാ. മശിരോ ഭുവി തൃക്കാൽ വെച്ചുകൊണ്ടടിയനാലുക്തമാം സത്യം രക്ഷിക്കേണമേ ദയാനിധേ എന്നേവം തൊഴുതു വന്ദിച്ചു ചൊല്ലിയിടും നേരം വന്നുടൻ ഭഗവത് ശ്രീപാദാബ്ജദ്വന്ദ്വം തന്നെ തന്നുള്ളിൽ മുഴുത്തെഴും ഭക്തി പൂണ്ട സുരേന്ദ്രൻ വന്ദിച്ചു നമസ്കരിച്ചിടിനാൻ. പ്രഹ്ലാദനും തന്നുടെ ഭക്തന്മാരിൽ ഉത്തമൻ തന്നെ കണ്ടു തന്നെത്താൻ മറന്നാനന്ദിച്ചതു ഭഗവാനും. രമ്യചേതസാ ഭഗവത് സ്വരൂപത്തെ കണ്ടു നിർമ്മലൻ കൂപ്പി സ്തുതിച്ചന്തികെ നിൽക്കും നേരം ഖിന്നനാം വിരോചനനന്ദനൻ താനും ചെന്നു സന്നിധോ പിതാമഹൻ തന്നടി വണങ്ങിനാൻ. ബ്രഹ്മാവും ബ്രഹ്മാത്മകനായ ദേവേന്ദ്രാനുജൻ തന്മലരടി കൂപ്പി നിന്നുടനുണർത്തിച്ചാൻ. നിർമ്മലൻ ധർമ്മിഷ്ഠനായുള്ളവൻ ഇവരുടെ കർമ്മഷം ഒഴിച്ചു ബന്ധത്തെയും അഴിച്ചുടൻ. നാരായണ ഹരേ നാരായണ 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 നാരായണ. നിർമ്മലൻ ധർമ്മിഷ്ഠനായുള്ളവൻ ഇവനുടെ കൽമഷമൊഴിച്ചു ബന്ധത്തെയും അഴിച്ചുടൻ. നന്നായങ്ങനുഗ്രഹം ചെയ്തയക്കണം പുനരെന്നുണർത്തിക്കും നേരം അരുളി ചെയ്തു ദേവൻ. ഞാൻ അനുഗ്രഹം ചെയ്യുവാൻ കാലമായി വരുന്നവൻ ദീനനായി വരും അതിൻ മുൻപിലെന്നറിഞ്ഞാലും. ഞാൻ അനുഗ്രഹം ചെയ്യുവാൻ കാലമായി വരുന്നവൻ ദീനനായി വരും അതിൻ മുൻപിലെന്നറിഞ്ഞാലും. മാനസമതം ധനഹേതുനാ ഭവിച്ചിടും മാനുഷാദികൾ കതു താനേ പോയകലുമ്പോൾ പൂതനായി വരും അവനപ്പോഴുത് അനുഗ്രഹഹേതുവും ഭക്തിയാ ഭവിച്ചിടും എന്നറിക നീ. ഞാൻ അനുഗ്രഹം ചെയ്യുവാൻ കാലമായി വരുന്നവൻ ദീനനായി വരും അതിൻ മുൻപിലെന്നറിഞ്ഞാലും. മാനസമതം ധനഹേതുനാ ഭവിച്ചിടും മാനുഷാദികൾക്ക് അതു താനേ പോയകലുമ്പോൾ പൂതനായി വരും അവനപ്പോഴുത് അനുഗ്രഹഹേതുവും ഭക്തിയാ ഭവിച്ചിടും എന്നറിക നീ. ആകയാലിവൻ മഹാമായെ ജയിച്ചവനേകഥാ നിജധനമൊക്കവേ നശിച്ചപ്പോൾ മാനസേ ചെറുതൊരു സംഭ്രമമുണ്ടായില്ല. ദാനവൻ അതിശുദ്ധ മാനസനായാനിപ്പോൾ കേവലം ഇനി മമലോകം പ്രാപിക്കും ഇവൻ സാവർണിമനുവിങ്കൽ ഇന്ദ്രനാകയും ചെയ്യും. കേവലം ഇനി മമലോകം പ്രാപിക്കും ഇവൻ സാവർണിമനുവിങ്കൽ ഇന്ദ്രനാകയും ചെയ്യും. അത്ര കാലവും സുതലത്തിങ്കലിരിക്ക പോയി അത്യന്തം മമ പദഭക്തി പൂണ്ടനുദിനം മുക്തനായി വരികം മുക്തനായി വരികം. മുഗ്ധഹാസവും കലർന്ന് ഉത്തമപുമാനരുൾ ചെയ്തുടൻ അവനുടെ മസ്തകമധ്യേ തൃക്കാൽ വച്ചു മൂവടി തികച്ചെത്രയും നന്നായി വരികെന്നയച്ചരുളിനാൻ. ഉത്തമപുമാൻ മഹാബലി തന്നുടെ മസ്തകമധ്യേ തൃക്കാൽ വച്ചു മൂവടി തികച്ചെത്രയും നന്നായി വരികെന്നയച്ചരുളിനാൻ. തൽക്ഷണം പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചുൾക്കനിവിയെന്ന് അതിഭക്തനാം പ്രഹ്ലാദനും ഭക്തവത്സലപ്രസാദത്തെയും വഹിച്ചുകൊണ്ടൊക്കെ തക്കവേ പൗത്രൻ തന്നോടുകൂടെ പോയാൻ. ചെന്നവർ മുകുന്ദപാദാബ്ജവും ധ്യാനിച്ചുകൊണ്ടന്വഹം സുതലത്തിൽ വാണാരങ്ങിരുവരും. ചെന്നവർ മുകുന്ദപാദാബ്ജവും ധ്യാനിച്ചുകൊണ്ടന്വഹം സുതലത്തിൽ വാണാരങ്ങിരുവരും. സുതലത്തിൽ വാണാരങ്ങിരുവരും. പിന്നെയങ്ങുടൻ ഭൃഗുനന്ദനാജ്ഞയ ബലി തന്നുടെ മഖശേഷം ചെയ്തു കൂട്ടിനാൻ മോദാൻ. ഇങ്ങനെ മഹാബലിയോടുടൻ ത്രൈലോക്യം പണ്ടിങ്ങു മൂവടിയായിക്കൊണ്ടിന്ദ്രനു നൽകിയിടിനാൻ.
അന്നനന്തരം ബ്രഹ്മാവാദികളഖിലരും ഒന്നിച്ചു നിഗമാന്തവാക്യ ശബ്ദാർത്ഥങ്ങളാൽ ചിന്മയപദം കൂപ്പി സ്തുതിച്ചങ്ങുപേന്ദ്രനായി നിർമ്മലൻ തനിക്ക് അഭിഷേകവും ചെയ്തിടിനാർ. മംഗലൻ നാരായണൻ തന്നനുഗ്രഹവശാൽ അങ്ങ് അമരേന്ദ്രൻ താനും സൗഖ്യമായി വാണിടിനാൻ എന്നെല്ലാം ത്രൈവിക്രമം കേട്ടു തന്നകം തെളിഞ്ഞന്നേരം തൊഴുതു മത്സ്യാവതാരത്തെ കേൾപ്പാൻ മന്നവൻ അത്യാഗ്രഹം പൂണ്ടപേക്ഷിച്ചാൻ. എങ്കിൽ നിന്നുള്ളം തെളിയാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്തീസുതാപാലനം. ഏതദ് ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ നാരായണായ. നാരായണ 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 നാരായണ. ഹരി ഓം തത്സത്.